ചോറിനൊപ്പം തോരൻ കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയെന്നല്ലേ, ഓരോന്നിനും ഓരോ കോമ്പിനേഷനാണ് കേട്ടോ. ഇന്ന് സാമ്പാറാണേ. സാമ്പാറിനാണെങ്കിലേ നല്ല പച്ചടി അല്ലെങ്കിൽ റൈത്ത, അതിനോടൊപ്പം ഒരു പപ്പടമോ അച്ചാറോ ഉണ്ടെങ്കിൽ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ മിക്ക ദിവസവും എളുപ്പത്തിന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ബീട്രൂട്ട് റൈത്ത. നമ്മൾ സാധാരണ പോലെ ബീട്രൂട്ട് നന്നായി കഴുകി നന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ബീട്രൂട്ടും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി ആറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള തൈരാണ്, ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഇതിന് ബെസ്റ്റ്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ബീട്രൂട്ട് റൈത്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാറും ഒരു പപ്പടവും ഈ ബീട്രൂട്ട് റൈത്തയും പിന്നെ ഒരു മുട്ട ഓംലെറ്റോ അച്ചാറൊക്കെ ഉണ്ടെങ്കിണ്ടല്ലോ, പിന്നെ പറയേ വേണ്ട കേട്ടോ.